Hi, how are you? It's me, Shinu Sheikh Abdul Qadir. Good morning, all of you. നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ ധാരാളം യാത്രകൾ ചെയ്യുന്ന വ്യക്തികളാണ്. നമുക്ക് ജോലിക്ക് ആവശ്യമായിട്ടും മറ്റു പല സാഹചര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. ലോകം മുഴുവനും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും മറ്റു പല പല ആവശ്യങ്ങൾക്കും വിനോദസഞ്ചാരമായിട്ടും പല പല ആവശ്യങ്ങൾക്കും നമ്മൾ യാത്രകൾ ഒരുപാട് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. മുമ്പത്തെ കാലത്തൊക്കെ അധികം വണ്ടികളില്ല. നമുക്കെല്ലാവരും അറിയാം, നടന്നും മറ്റ് കാളവണ്ടിയിലും ഓത്തുവണ്ടിയിലൊക്കെയാണ് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാറായി, സംഭവങ്ങളായി. ഇപ്പോൾ നമുക്ക് ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് 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 വെറൈറ്റികൾ വാഹനങ്ങളുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റോഡിൽ അതിനനുസരിച്ച് റഷ് കൂടും. നമുക്ക് വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് റോഡ് റഷ് കൂടും. അപ്പം നമുക്കറിയാം, നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഓരോ ഡ്രൈവിംഗ് റൂൾസ് നമ്മളെല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നവരാണ്. ഡ്രൈവിംഗ് റൂൾസ് നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ റൂൾസ് എല്ലാം ബെസ്റ്റ് റൂൾസാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് റൂൾസ് ഫോളോ അപ്പ് ചെയ്യുന്നത് എൻ്റെ അറിവിൽ ജപ്പാനാണ്. എൻ്റെ അറിവാണ്, ജപ്പാനാണ് ഏറ്റവും കൂടുതലായിട്ട് നല്ല ബെസ്റ്റ് ഡ്രൈവിങ്ങിൽ നല്ല ബെസ്റ്റ് റൂൾസ് ഫോളോ അപ്പ് ചെയ്യുന്നത് ജപ്പാനാണ്. അതേപോലെ ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, നോർവേ, ജർമ്മനി, അങ്ങനെ എല്ലാം നല്ല നല്ല രാജ്യങ്ങൾ ഒരുപാട്, ദുബായ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല, നമുക്കറിയാം, ഒരുപാട് നല്ല രാജ്യങ്ങൾ നല്ല ബെസ്റ്റ് റൂൾസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്കത് കറക്റ്റായിട്ടുള്ള പേര്, അംഗീകാരമൊക്കെ കിട്ടുന്നത്. നമ്മളിവിടെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മളെല്ലാവരും തന്നെ വളരെ കെയർലെസ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, വളരെ ഭംഗിയായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, ഒരു വണ്ടി നമ്മളെല്ലാവരും വണ്ടി തൊട്ടടുത്ത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വേറൊരു വണ്ടി ബാക്കിൽ കൊണ്ടിട്ട് തൊട്ടടുത്ത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രകൃതം നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അത് ദയവ് ചെയ്ത് ആരും ഫോളോ അപ്പ് ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമുക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് മിനിമം ഒരു 10 മീറ്റർ അകലെയെങ്കിലും ഒരു വണ്ടിയായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് വേണം. അങ്ങനെ ഇപ്പോഴാണ് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് കിട്ടുകയും മറ്റ് ആക്സിഡൻസിനൊക്കെ നമുക്ക് ഒഴിവാകുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ വളരെ പതുക്കെ മിതമായ സ്പീഡിൽ നമുക്കറിയാം, ഓരോ ഹൈവേയിൽ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോവാം. അതേപോലെ പോക്കറ്റ് റോട്ടിൽ, അങ്ങനെ ഓരോ റോഡിൽ നമുക്കറിയാം എത്ര സ്പീഡിൽ പോകണം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചവരാണ്. അപ്പോൾ നമ്മുടെ റൂൾസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ റൂൾസ് പഠിപ്പിക്കുന്നത് നമ്മുടെ എല്ലാവരും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ അതെല്ലാവരും പാലിക്കണം. മുമ്പത്തെ ആൾക്കാരൊക്കെ ഒരുപാട് ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ആർക്കും അങ്ങനെ ബൈക്ക് അപകടം നമ്മൾ കേട്ടിട്ടില്ല. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം, ട്രാവലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സേഫ്റ്റി ആയിട്ട്, നമ്മുടെ സേഫ്റ്റിയും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സേഫ്റ്റിക്ക് അനുസരിച്ചിട്ട് അവരെല്ലാവരും ബൈക്ക് ഓടിച്ചിട്ട് നമുക്ക് വളരെ ആക്സിഡൻസ് കുറവായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് വളരെ കെയർലെസ് ആണ്. അത് ഇന്നത്തെ, ഞാൻ ആരെയും എടുത്ത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രകൃതമാണ്. ഒരു ഡിസ്റ്റൻസ് തീരെ ഇല്ലാതെ വളരെ തൊട്ടടുത്ത് കൂടെയൊക്കെ ഇങ്ങനെ വെട്ടിച്ചിട്ട് പോവുക, അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് കൂടെ ഓവർടേക്ക് ചെയ്യുക. അങ്ങനെ പല പല പരിപാടികൾ ഇന്നത്തെ യുവാക്കളിൽ കണ്ടുവരുന്നുണ്ട്. ബൈക്ക് എന്ന് പറയുന്ന സംഭവം, നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഓടിക്കുന്ന ആളല്ല ബെസ്റ്റ് ഡ്രൈവർ, ഏറ്റവും കൂടുതൽ കെയർ ആയിട്ട് ഓടിക്കുന്ന ആളാണ് ബെസ്റ്റ് ഡ്രൈവർ. കാറായാലും ബൈക്കായാലും. അപ്പം നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, വളരെ ഭംഗിയായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, തൊട്ട് മുമ്പിലുള്ള വാഹനങ്ങൾക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ കൊടുത്ത്, ഞാൻ ഓവർടേക്ക് ചെയ്യുകയാണെന്ന് ഇൻഫർമേഷൻ കൊടുത്ത് വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, ഇപ്പോൾ ബ്ലോക്കിൽ പെട്ട് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് തന്നെ വേറൊരാൾ അതിൻ്റെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മളെന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ മൈൻഡ് മുഴുവൻ. ആ ഡിസ്റ്റൻസ് തീരില്ല, അത് വളരെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട്, അപ്പോൾ ആ ഫ്രണ്ടിലുള്ള വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം ബാക്കിലുള്ള ഒരു വാഹനം കൊണ്ട് ഇടിക്കുകയോ വേറെ നിവൃത്തിയുള്ളൂ, വേറെ രക്ഷയില്ല. അപ്പോൾ ആരെങ്കിലും തന്നെ ഭംഗിയായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സമൂഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ അതൊന്നും കൂടി, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും പഠിച്ചിട്ടുള്ള നമ്മുടെ പോലീസ് ഓഫീസേഴ്സും മറ്റു സഹപ്രവർത്തകരും എല്ലാവരും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഹെൽമെറ്റിനെ പറ്റിയിട്ടും ഡ്രൈവിംഗ് സേഫ്റ്റിയെ പറ്റിയിട്ടൊക്കെ പറയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ആരും തന്നെ അത് മൈൻഡ് ചെയ്യുകയോ അപ്ലൈ ചെയ്യുകയോ ചെയ്യുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഹറിബറിയാണ്, പെട്ടെന്ന് എത്തുക, പെട്ടെന്ന് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരത്തെ ഇറങ്ങുക. അപ്പോൾ നമുക്ക് അത്ര ആ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹറിബറി ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ നമ്മളെല്ലാവരും വളരെ സേഫ്റ്റി ആയിട്ട് പതുക്കെ നമ്മുടെ നിയമങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആർക്കും മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഡ്രൈവ് ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും
ഒരു സമ്പസമൃദ്ധമായ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ.